നമുക്കൊരു പ്രതികരണം കൂടെ നോക്കാം അല്ലേ? അതെ, കേരളത്തിൽ രാത്രി ജീവിതം ആസ്വാദ്യകരമാക്കാൻ വലിയ തരത്തിലുള്ള ശ്രമങ്ങൾ നടക്കാറുണ്ട്. അത് ഫലം കാണുന്നതും നമുക്ക് അറിയാം. പ്രത്യേകിച്ച് ഈ മാനവീയം വീഥി പോലെയുള്ള സ്ഥലങ്ങൾ. അതെ, ഒപ്പം തന്നെ കൊച്ചിയിലും അങ്ങനെ വിവിധ ഇടങ്ങളുണ്ട്. കേരളത്തിലെ നൈറ്റ് ലൈഫ് പ്രായോഗികമാകണമെങ്കിൽ നിയന്ത്രണങ്ങളിൽ അയവ് വരുത്തണം എന്നാണ് മുൻ അംബാസിഡർ വേണു രാജാമണി പറയുന്നത്. ഇതിൽ ഗോവൻ മാതൃക അനുകരണീയമാണെന്നും അദ്ദേഹം 24 പറഞ്ഞു. നമുക്ക് ആ പ്രതികരണം പെട്ടെന്ന് കേൾക്കാം. നമ്മൾ നീങ്ങേണ്ടത് ഒരു നോളജ് ഇക്കോണമിയിലേക്കാണ്. ആ നോളജ് ഇക്കോണമി ഇന്നത്തെ ലോകത്ത് ഈ 21st സെഞ്ച്വറിയിൽ റോബോട്ടിക്സും AI-യും എല്ലാം ഉയർന്നു വരുന്ന ഈ ലോകത്ത് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ നോളജ് ഇക്കോണമി തന്നെയാണ് നമുക്കുണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മുന്നോട്ട് പോകാനുള്ള വഴി. അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് ടൂറിസം ഒരു അഡീഷണൽ റവന്യൂ സോഴ്സാണ്. ഒരുപാട് നിയന്ത്രണങ്ങളുണ്ട്. ഒരു IT പാർക്കിൽ പബ്ബ് തുടങ്ങിയാൽ IT പാർക്കിന് അകത്ത് ജീവിക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ അത് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. പുറമേ നിന്ന് ഒരു ഗസ്റ്റ് വന്നാൽ അയാളെ അനുവദിക്കില്ല. ഈ നൈറ്റ് ലൈഫ് എന്ന് പറയുന്ന വലിയൊരു സംഭവമാക്കി മാറ്റരുത്. അത് ഇക്കോണമിയുടെ ഭാഗമാണ്. ആൾക്കാർ പുറത്ത് വരിക, റെസ്റ്റോറൻറ്റിൽ പോവുക, ഭക്ഷണം കഴിക്കുക, ഇതെല്ലാം നല്ല കാര്യങ്ങളാണ്. നമ്മൾ ആൽക്കഹോൾ സൊസൈറ്റിയിൽ പെർമിറ്റ് ചെയ്യുന്നിടത്തോളം അതിനോട് ആക്സസ് അവർക്കുണ്ടാകുന്നത് നല്ല കാര്യം. യെസ്, അപ്പം അങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാവട്ടെ. എന്തായാലും അത്തരം പദ്ധതികൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. പല പഴയ ഇതിലുള്ള പാലങ്ങളൊക്കെ ഈ പറയുന്നത് പോലെ ഒരു ഒരു കോറിഡോർ പോലെ, ഒരു ടൂറിസം കോറിഡോർ പോലെ അവിടെയും രാത്രി നൈറ്റ് ലൈഫ് ഒക്കെ കൊണ്ടുവന്ന് അങ്ങനെ പഴയ പല പാലങ്ങൾ, അതായത് ഡീകമ്മീഷൻ ചെയ്ത പാലങ്ങളൊക്കെ ഒന്നുകൂടി മോടി കൂട്ടിയിട്ടൊക്കെ കൊണ്ടുവരാനുള്ള പദ്ധതികൾ ടൂറിസം വകുപ്പിന്റെ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് എന്ന വാർത്ത നേരത്തെ പുറത്തു വന്നു. അപ്പോൾ അതൊക്കെ വരട്ടെ. ഒരുപാട് സാധ്യതകളുണ്ട്, ഒരുപാട് വരുമാന മാർഗങ്ങളുണ്ട് അതിനോടനുബന്ധിച്ച്. അതെല്ലാം വികസനത്തിന്റെ പാതയിലേക്ക് വരും. അതോടൊപ്പം തന്നെ ടൂറിസം മേഖല അതിനനുസരിച്ച് വളരും. കൂടുതൽ പണം നമ്മുടെ സംസ്ഥാന സർക്കാരിന് ലഭിക്കും. അതോടൊപ്പം തന്നെ ഈ സ്ഥിരം നാട്ടിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഇവിടം തന്നെ ഒരു ആഘോഷമാക്കി മാറ്റാൻ സാധിക്കും. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ അതുകൊണ്ടുണ്ട്. എന്തായാലും ഇതൊക്കെ ഇങ്ങനെയാണെങ്കിൽ പോലും രാത്രി എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന പണ്ട് എന്റെ മുത്തശ്ശി പറഞ്ഞു തന്നിട്ടുള്ള പ്രേതകഥകൾ തന്നെയാണ്. പ്രേതകഥയോ? പേടിയുണ്ടോ രാത്രി? ചെറുതായിട്ട്. നമുക്ക് ഒരു രാത്രി പുരാണമായല്ലോ. രാത്രി പുരാണം അപ്പോൾ പ്രജനോട് മാത്രമല്ല, പ്രേക്ഷകരോടും കൂടിയാണ് എൻ്റെ ഈ ചോദ്യം. രാത്രിയിൽ പ്രേതകഥ വായിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ പ്രേത സിനിമ കണ്ടിട്ടുണ്ടോ? ഇഷ്ടം പോലെ ഉണ്ട് അല്ലേ? നിങ്ങളെല്ലാവരും അങ്ങനെ കണ്ടിട്ടുണ്ടാവും. നമ്മൾ ഒരുപക്ഷെ ഈ പറയുന്ന പോലെ ബ്രാം സ്റ്റോക്കറുടെ ഡ്രാക്കുളയൊക്കെ നമ്മൾ വായിച്ചത് രാത്രിയിലായിരിക്കും പലപ്പോഴും. നമ്മൾ അല്ലേ, നമ്മുടെ ആ ഒരു സ്കൂൾ കാലഘട്ടത്തിലൊക്കെയാണ് നമ്മൾ പലപ്പോഴും ആ കഥകളൊക്കെ വായിച്ചിട്ടുള്ളത്. യക്ഷിക്കഥകൾ ഒരുപാട് വായിച്ചിട്ടുണ്ട്, പ്രേത കഥകൾ വായിച്ചിട്ടുണ്ട്, സിനിമകൾ കണ്ടിട്ടുണ്ട്. ഇപ്പം മണിച്ചിത്രത്താഴ് എന്ന് പറയുന്ന സിനിമ രാത്രിയിൽ കണ്ടിട്ട് ഇപ്പോഴും പേടിക്കാത്ത ആൾക്കാർ വളരെ കുറവാണ്. അതിപ്പോ കഥ അറിയുന്നത് കൊണ്ട് വലിയ കുഴപ്പമില്ല. പക്ഷെ നണ്ണ് പറയുന്ന സിനിമ ഞാൻ രാത്രി ഇരുന്ന് കണ്ടിട്ടുണ്ട്. അത് ഒരു വല്ലാത്ത അനുഭവമായിരുന്നു. അപ്പം അങ്ങനെ പ്രേതാനുഭവ കഥകൾ എന്തെങ്കിലും പ്രേക്ഷകർക്ക് പറയാനുണ്ടോ? അവരത്തരം കമന്റുകൾ ചെയ്യട്ടെ. പ്രേതത്തിനെ കണ്ടിട്ടുണ്ടോന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു എനർജി അനുഭവിച്ചിട്ടുണ്ട്. ഉണ്ടോ? എപ്പോ? അത് ഇവിടെയല്ല, തള്ളല്ല. നമുക്ക് അനുഭവങ്ങളൊന്നുമില്ല. ഞാൻ അത്തരം എന്താണ് പറയാ, നിരീശ്വരവാദിയാണ്. ഞാൻ അതിൽ വിശ്വസിക്കുന്ന ഒരാളല്ല. എന്താണ് പറയാ, എനിക്ക് അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല. പക്ഷെ അനുഭവം ഉള്ള ഒരുപാട് പേര് കഥകൾ പറയുന്നത്, കഥകളായിട്ട് കേൾക്കാനാണ് എനിക്ക് ഇഷ്ടം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ പ്രേത കഥകൾ, അത്തരം കാര്യങ്ങളൊക്കെ ഒരു പക്ഷെ മലയാളിയുടെ മനസ്സിലേക്ക് എത്തിച്ചു തന്ന ഒരു സിനിമയുണ്ട്. ഏതാണ് അത്? പ്രേക്ഷകർക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും. മറ്റൊന്നുമല്ല, നമുക്ക് ഇപ്പോഴും അറിയാം, ഭാർഗവി നിലയം എന്ന് പറയുന്ന ഒരു പഴയ പടം. ഇപ്പോഴും ഈ എന്താണ് പറയുക, പൊളിഞ്ഞു കിടക്കുന്ന വീടുകൾ കണ്ട് നമ്മൾ പറയും ഭാർഗവി നിലയം പോലെ ഉണ്ടെന്നല്ലേ. അപ്പം അങ്ങനെ ആ പേര് വന്നത് പോലും, അല്ലെങ്കിൽ അങ്ങനെ ഒരു ടേം വന്നത് പോലും ആ സിനിമയിൽ നിന്നാണ്. അതിന്റെ കഥ അറിയോ? എനിക്കത് അത്ര ഓർമ്മയില്ല. പെട്ടെന്ന് നമുക്ക് പറയാം. അതായത് അത് ഈ പറയുന്ന നീല വെളിച്ചം എന്ന് പറയുന്ന ഒരു പുസ്തകം ഉണ്ടല്ലോ, നമ്മുടെ മുഹമ്മദ് വൈക്കം ബഷീറിന്റെ. ആ പുസ്തകത്തെ ആധാരമാക്കിയിട്ടാണ് ആ പടം ചെയ്തിരിക്കുന്നത്. അതിനകത്തുള്ള കഥയാണ് ശരിക്കും എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു ഭാർഗവി എന്ന് പറയുന്ന സ്ത്രീ മരിക്കുന്നു. അപ്പോൾ ആ മരണത്തെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട്, അല്ലെങ്കിൽ ആ ഭാർഗവിയെ കുറിച്ച് കഥ എഴുതാനായിട്ടൊരു സാഹിത്യകാരൻ, ഒരു കഥാകാരൻ വരുന്നു. അതിന് ഭാർഗവി ജീവിച്ച വീട്ടിലേക്ക് പോകുന്നു. അവിടെ വാടകക്കാരനായിട്ട് വരികയാണ്. പക്ഷെ അവിടെ എത്തിയ ശേഷം അയാൾക്ക് തോന്നുകയാണ് ഭാർഗവി ഇവിടെയൊക്കെ ഉണ്ട്. ഭാർഗവിയായിട്ട് സംസാരിക്കാൻ ശ്രമിക്കുന്നു. അതെ അതെ. അങ്ങനെ പലയിടങ്ങളിലും ആ സാന്നിധ്യം തിരിച്ചറിയുന്നു, അങ്ങനെ തോന്നുന്നു. അപ്പം അങ്ങനെ സംവദിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ ആ കഥ ഭാർഗവിയുടെ പ്രേതം തന്നെ ഈ കഥാകാരന് പറഞ്ഞു കൊടുക്കുന്നു. അതൊക്കെയാണ് എൻ്റെ ഇതിവൃത്തം. ഏറ്റവും ഒടുവിൽ മനസ്സിലാവുന്നു ഭാർഗവിയെ കൊലപ്പെടുത്തത് ഭാർഗവിയുടെ ബന്ധുവായിട്ടുള്ള നാണുക്കുട്ടനാണെന്ന് മനസ്സിലാവുന്നു. അതൊക്കെയാണ് എൻ്റെ കഥ. പിന്നീട്
ആ കഥ അങ്ങനെ നീണ്ടു പോകുന്നുണ്ട്. പക്ഷേ ഏറ്റവും രസം എന്താണെന്ന് അറിയോ, ആ പടത്തിൽ ഒരുപാട് നല്ല പാട്ടുകളുണ്ട്. ഒരു പക്ഷേ മലയാളത്തിന്റെ എവർ ക്ലാസിക് ഹിറ്റുകളിൽ പല സാധനങ്ങളും ആ സിനിമയ്ക്കത്താണ് വെടിപിടിച്ചിരിക്കുന്നത്. അതുണ്ട്. അതോടൊപ്പം തന്നെ ഇതിനോട് കിടപിടിക്കാൻ പറ്റുന്ന രീതിയിൽ ഇപ്പൊ ഞാൻ പിന്നീട് ഇറങ്ങിയ ഒരൊറ്റ കാര്യം പറയാം. നിരവധി സിനിമകളിലും ഇത്തരത്തിലുള്ള പാട്ടുകൾ. നീലവെളിച്ചം ഇപ്പൊ അടുത്തിറങ്ങി മറ്റൊരു രീതിയിൽ ആ പടത്തിനെ നമ്മൾ കണ്ടതാണ്. അപ്പം ഒറ്റയ്ക്കിരിക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം പാടുന്നൊരു പാട്ടുണ്ട്, തമാശക്കാണെങ്കിലും, ഏകാന്തതയുടെ അപാര തീരം, ഏകാന്തതയുടെ അപാര തീരം എന്ന സിനിമയിലെയാണ്. ഒപ്പം തന്നെ താമസമിന്തേ വരുവാൻ പ്രാണസഖി എന്റെ മുന്നിൽ, അങ്ങനെ ഒരുപാട് പാട്ടുകളുണ്ട്. ഏറ്റവും രസകരം മറ്റൊരു മെലഡി ഉണ്ട് അതിനകത്ത്, പൊട്ടിത്തകർന്ന കിനാവു കൊണ്ടൊരു പട്ടുരുമാല കെട്ടി ഞാൻ. അങ്ങനെ ജാനകിനെ പാടിയ ഒരുപാട് പാട്ടുകളുണ്ട്. അപ്പം അതൊക്കെ പാട്ടുകളായി ഇങ്ങനെ പോകുന്നു. പ്രവിധയ്ക്ക് ഏതെങ്കിലും പ്രേതഗാനം ഓർമ്മ വരുന്നുണ്ടോ? എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ കണ്ടിട്ടുള്ള മണിച്ചിത്രത്താഴ് അതൊഴിച്ചാൽ ഏറ്റവും ആ കാലത്ത് ഞാൻ കണ്ട് പേടിച്ചിട്ടുള്ള, ഇപ്പം ചിലപ്പോൾ പ്രേക്ഷകർ ചിലപ്പം ചിരിക്കുമായിരിക്കും, പക്ഷെ അന്ന് ഞാൻ പേടിച്ചിട്ടുള്ളതാണ്. പുതുമഴയായി വന്നോ നീ, പുളകം കൊണ്ടു പൊതിഞ്ഞോ നീ, ഒരേ മനസ്സായി നാം, ഉടലറിയാതെ ഉയരറിയാതെ അണയോ നീ എൻ ജീവനായി വരൂ നിശാഗീതമായി. യെസ്, എല്ലാവരും പാടുന്ന ഒരു പ്രേതപ്പാട്ടാണ് അത്. അപ്പം അതിൻ്റെ പിന്നിൽ ചില കഥകളൊക്കെ ഉണ്ട്, വരും ദിവസങ്ങളിൽ നിങ്ങളിലേക്ക് എത്തി.